പത്തരമാറ്റിൻ്റെ അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നന്ദുവിൻ്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വരികയാണ്. അങ്ങനെ ജാനകിയിൽ നിന്നും നന്ദുവിന് അപമാനം നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കുന്ന അനിയാകട്ടെ നന്ദുവിനെയും കൂട്ടിയിട്ട് അനന്തപുരി വിടുകയാണ്. അവർക്ക് താമസിക്കാനായി ഒരു ഷെൽട്ടർ അനി ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താനാകുന്നില്ല. ഇത് മനസ്സിലാക്കുന്ന നന്ദു ആകട്ടെ, നീ എൻ്റെ കൂടെ വാ, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് പിസ്സ ഡെലിവറി ചെയ്യുന്ന റൂമിലേക്കാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കാണുന്ന സമയത്ത് കിരൺ എന്ന നന്ദുവിൻ്റെ ഫ്രണ്ട് ചിരിക്കുകയാണ്. എന്താടാ ചിരിക്കുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാരി ചുറ്റിയാൽ ചിരി വരില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് റൂമിലുള്ള ബാക്കി എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കുന്നുണ്ട്. ഡാ ഓടി വാടാ, നന്ദു സാരി കൊടുത്തു വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നന്ദു ആകട്ടെ, പല്ലടിച്ച് കൊഴിക്കും, ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നു എന്ന് പറയടാ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ ഫ്രണ്ട്സും ഓടി വന്നിട്ട് കാണുന്നത് നമ്മുടെ നന്ദു സാരി കൊടുത്ത് നിൽക്കുന്നതാണ്. ഇത് കാണുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, കിരൺ ചോദിക്കുന്നുണ്ട്, നന്ദു ഇത് ഭർത്താവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതെ എന്ന്. അപ്പോൾ കിരൺ പറയുകയാണ്, മനസ്സിലായി, വീട്ടിൽ സമ്മതിച്ചില്ല അല്ലേ, ഇത്ര വലിയ പണക്കാരനെ കൂട്ടിയിട്ട് പോകാൻ മാത്രം നമ്മൾ അത്ര വലിയ സെറ്റപ്പിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അനിയെ എവിടെയാണ് താമസിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഒന്നും ചെയ്യണ്ട, ഇപ്പോൾ നീ അകത്തേക്ക് നടക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ പിസ്സ ഡെലിവറി ചെയ്യുന്ന റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ഇത് നന്നായിട്ടുണ്ടല്ലോ, നിന്നെ കണ്ടാലും ഇപ്പോൾ പെൺകുട്ടിയെ പോലെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പം നന്ദു പറയണം, എടാ നിങ്ങളിപ്പോൾ ചിരി നിർത്തിയിട്ടില്ലെങ്കിൽ ആ മുഖം ഞാൻ പഞ്ചറാക്കുമെന്ന് പറഞ്ഞിട്ട് കിരണിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കാണുന്നത് അനിയാകട്ടെ നമ്മുടെ നന്ദുവിനെ തടയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും, അതിൻ്റെ ആവശ്യമുണ്ട് ബ്രോ എന്ന് പറയുകയാണ്. അപ്പം അനി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഡെലിവറി ബോയ്സ് ആണോ എന്ന് പറയുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇവളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ രാക്ഷസിയെ കല്യാണം കഴിച്ചിട്ട് ബ്രോയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയാകുന്നു ബ്രോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് ചിരി വരുന്നുണ്ട്. അനി റൂം മൊത്തം നോക്കുന്നുണ്ട്. ഇത് കാണുന്ന നന്ദു ചോദിക്കുകയാണ്, എന്താ അനി, നിനക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുകയാണ്, ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ബാച്ചിലേഴ്സ് റൂം ഒന്നും കണ്ടിട്ടില്ല, അതാണ് നോക്കുന്നത്. എല്ലാ ബാച്ചിലേഴ്സ് റൂമും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുകയാണ്, അതൊന്നുമല്ല, ഇവന്മാരാണ് ഇതിനെ ഇങ്ങനെയൊക്കെ വച്ചിരിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അർദ്ധരാത്രി 12 മണിക്ക് ഓർഡർ വന്നാലും കൊണ്ടുപോയി കൊടുക്കണം. പക്ഷേ നീ ഇതുവരെ ഇരുന്ന ആ വീടിനും ഈ റൂമിനും ശരിക്കും ഒരുപാട് വ്യത്യാസമുണ്ടാനി എന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇന്നലത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ഒരുപോലെയാണോ? കല്യാണം കഴിഞ്ഞതും പുറത്തു വരേണ്ടി വന്നു, നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇതുപോലെ ഒരു താമസ സ്ഥലം കിട്ടിയതെന്ന് പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഞങ്ങൾ പോയി നിങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അനി എല്ലാവരുമായി സന്തോഷത്തോടു കൂടി സംസാരിച്ച് നിലത്തിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ നന്ദുവിന് സങ്കടം വരുന്നുണ്ട്. അത്ര വലിയ വീട്ടിലെ അനിയുടെ കഴിഞ്ഞ കാലമെല്ലാം നന്ദു ഓർക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന അനി ഇന്ന് ഇത്ര ചെറിയൊരു റൂമിൽ തറയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇത് ആലോചിച്ച് മുഖം വാടുന്ന നന്ദുവിനെ അനി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെന്ന് തലയാട്ടി ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ലെന്ന മട്ടിൽ നന്ദുവും തലയാട്ടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ്, ഇവരുടെ പുതിയതായി കല്യാണം നടന്നതല്ലേ, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നാൽ അവർക്കൊരു പ്രൈവസിയും ഉണ്ടാകില്ല, അതുകൊണ്ട് അനിക്കും നന്ദുവിനും ഡൗട്ട് തോന്നാത്ത രീതിയിൽ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞാൽ കിരൺ എല്ലാവരോടുമായി പറയാണ്, എന്താടാ എല്ലാവരും മെല്ലെ മെല്ലെ കഴിക്കുന്നത്, വേഗം കഴിക്കുക, സിനിമയ്ക്ക് പോകേണ്ടേ എന്ന് പറയുകയാണ്. ഇത് കേട്ട ആർക്കൊന്നും മനസ്സിലാകുന്നില്ല, മറ്റുള്ള ഫ്രണ്ട്സിനൊന്നും ഇത് കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ ഈ നേരത്ത് സിനിമയ്ക്ക് പോകുന്നതെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അതിന് നമുക്ക് എവിടെ നന്ദു, പകലൊക്കെ പോകാൻ സമയം, ഡെലിവറിക്ക് പോകണ്ടേ, അതുകൊണ്ട് ഒഴിവുള്ള കുറച്ച് സമയം സിനിമയ്ക്ക് പോകാം എന്ന് വെച്ചു എന്ന് കിരൺ പറയുന്നുണ്ട്. ഇത് കേട്ട് വേറൊരു ഫ്രണ്ട്, ഞാനില്ലടാ, നിങ്ങൾ പോയിക്കോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, വായടച്ച് ഞങ്ങളുടെ കൂടെ വന്നോ എന്ന് പറയുക. ഇത് കേട്ടിട്ട് അനി ചോദിക്കുന്നുണ്ട്, വരാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്, അവൻ പറയുന്നത് കേൾക്കുന്നില്ലേ, അവന് ഉറക്കം വരുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ കിരൺ പറയാൻ കേട്ടോ, നിങ്ങൾക്ക് അറിയില്ല ബ്രോ അവനെക്കുറിച്ച്, ഇപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറയും, രാവിലെ എണീച്ചാൽ എന്നെ വിട്ടിട്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പോലെ കരയും എന്ന് പറയും. ഇത് കേട്ടിട്ട് അനിയും നന്ദുവും ചിരിക്കുന്നുണ്ട്.
സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോകുന്നുണ്ട്. റൂമിന് പുറത്തിറങ്ങുന്ന ഫ്രണ്ട്സിനെ കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞതല്ലേടാ, ഞാൻ വരുന്നില്ല എന്ന് ആ ഫ്രണ്ട് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, പറയുന്നത് കേട്ടാൽ കുംഭകർണനാണെന്ന് തോന്നുമല്ലോ, പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലേ നിനക്ക്? അവർ പുതിയതായി വിവാഹം നടന്നവരല്ലേ, നമ്മളിവിടെ ഇരുന്നാൽ അവർക്കൊരു പ്രൈവസി ഉണ്ടാകില്ല, അതാണ് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞതെന്ന് കിരൺ പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് പറയുകയാണ്, സിനിമയ്ക്ക് പോയാലും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരണ്ടേ, അപ്പോഴും അവരുടെ പ്രൈവസി പോകില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതിന് നമ്മൾ ഇന്ന് റൂമിലേക്ക് വരുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത് എന്ന് പറയുക. അപ്പോൾ അതെന്താ നമ്മളിന്ന് റൂമിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കിരൺ പറയുകയാണ്, ഇന്നത്തെ നമ്മുടെ ഉറക്കം നടു റോട്ടിലാണല്ലോ, നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ്. ഈ സമയം റൂമിൽ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സങ്കടമാകുന്നുണ്ടായി. അത്ര വലിയ വീട്ടിൽ രാജകുമാരനെ പോലെ ഇരുന്നിരുന്ന നീ ഇന്ന് ഈ ചെറിയ മുറിയിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുകയാണ് നന്ദു. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ എന്നാൽ അനി പറയുന്ന സമയത്ത് കവിതയല്ലാതെ മറ്റെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാമെന്ന് നന്ദു പറയുകയാണ്. ഇത് കേട്ടിട്ട് അനി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ വീട്ടിൽ കോടികളുടെ ആസ്തിയും സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്കെന്തോ ഒരു കുറവ് തോന്നിയിരുന്നു. പക്ഷേ ആദ്യമായി നിൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. AC മുറിയിലിരുന്നാൽ മാത്രം സന്തോഷ ജീവിതം ഉണ്ടാകില്ല എന്ന് അനി പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, അനാമിക നിൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരുന്നിരുന്നെങ്കിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് നിനക്ക് ഇങ്ങനെ വരേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അവൾ എപ്പോഴും എന്നെയും എൻ്റെ വ്യക്തിത്വത്തെയോ ബഹുമാനിച്ചിട്ടില്ല. എൻ്റെ പണം കണ്ട് മാത്രമാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവളോടൊപ്പം ഞാൻ എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരിക്കുക? താൻ എപ്പോഴെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? പക്ഷെ അവൾ മാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്നെ മാറ്റാനാണ് ആഗ്രഹിച്ചത്. ഒരിക്കലും എൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചിട്ടില്ല. എനിക്കെൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഏതോ ഒരു ജയിലിൽ ഇരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇന്നാണ് എനിക്ക് ശരിക്കും മോചനം കിട്ടിയത്. ഇന്ന് തൊട്ട് നമ്മൾ പുതിയ ജീവിതം തുടങ്ങാൻ പോകുകയാണ്. ഇനി നമ്മൾ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചോ അതിലുള്ള അനാമികയെക്കുറിച്ചോ ഇനി സംസാരിക്കാൻ പാടില്ല. ഓക്കെ ആണോ എന്ന് അനി ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ടോ ഓക്കെ എന്ന മട്ടിൽ നന്ദു തലയാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ.